കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകർക്ക് ഇത് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷം. അങ്ങനെ അവരുടെ വീരപുത്രൻ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അതും എവിടെയാണ് സുഗതൻ സാർ സത്യപ്രതിജ്ഞ ചെയ്തത്? അങ്ങ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടോ ഒന്നുമല്ല സുഗതൻ അങ്ങ് സെൻട്രൽ ജയിലിൽ പോയി കിടക്കുന്നത്. വധശ്രമം ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ബി.ജെ.പി. കൗൺസിലർ സുഗതൻ. കാപ്പ കേസ് ചുമത്തിയാണ് സുഗതനെ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇട്ടിരിക്കുന്നത്. ഇത്രയും കേസുകളൊക്കെ ഉള്ള ഒരു ക്രിമിനലിന് വേണ്ടിയിട്ടാണ് മേയർ വി രാഗേഷ് ഉൾപ്പെടെയുള്ളവർ ഇത്രയും പോരാട്ടങ്ങൾ നടത്തി അങ്ങ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ പോയി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തിയിരിക്കുന്നത്. ഇതിലൂടെയെല്ലാം ബി.ജെ.പി. എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെ ബി.ജെ.പി. കാണിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിലും കൊണ്ടുവരാനാണ് ബി.ജെ.പി. ഇതിലൂടെയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന തലമുറകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജനപ്രതിനിധികളാണ് നമ്മുടെ നാടിന് ആവശ്യം. പക്ഷേ ഈ സുഗതനെയും രാഹുൽ മാങ്കൂട്ടത്തലിനെയും പോലുള്ള ജനപ്രതിനിധികളിൽ നിന്ന് വരുന്ന തലമുറ എന്താണ് മാതൃകയാക്കേണ്ടത്? എന്നിട്ട് ഇന്ന് ജനൻ ടിവിയുടെ ഒരു ന്യൂസ് കാർഡ് കണ്ടു. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചരിത്രം എഴുതി ആർ സുഗതൻ, കേരളത്തിൽ ആദ്യമായി ജയിലിൽ സത്യപ്രതിജ്ഞ. എന്ത് അഭിമാനത്തോടെയാണ് ഇവർ ഇത് പറഞ്ഞിരിക്കുന്നത്? ലേശം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? പിന്നെ സംഘശബ്ദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നൊരു പോസ്റ്റ് ഉണ്ട്, അത് ഞാൻ വായിക്കാം. സുഗതൻജി സത്യപ്രതിജ്ഞ ചെയ്തു. 45 വർഷത്തെ അഴിമതികൾ ഓരോന്നായി പുറത്തു വരുന്നത് തടയാനും കൈവിട്ടുപോയ കോടികളുടെ അഴിമതിപ്പണം എങ്ങനെയും തിരിച്ചു പിടിക്കാനും വേണ്ടി തിരുവനന്തപുരത്തെ ബി.ജെ.പി. ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കമ്മികൾക്കും കൂട്ടുനിൽക്കുന്ന കൊക്കുകൊങ്ങുകളോടും പറയാനുള്ളത് എന്തെന്നാൽ ഉന്നാൽ മുടിയാതെ തമ്പി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 45 വർഷത്തെ അഴിമതിയൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്ന സംഘപുത്രന്മാരോടും ബി.ജെ.പിയോടും ഒന്നേ പറയാനുള്ളൂ: കേരളത്തിലെ നിങ്ങളുടെ തന്നെ ഇലക്ഷൻ ഫണ്ട് ക്രമക്കേടും അഴിമതിയൊക്കെ ആദ്യം തന്നെ പരിശോധിച്ച് പരിഹാരം കാണും. അതിനുശേഷം അയോധ്യയിലും ബദ്രിനാഥിലും ഒക്കെ വിശ്വാസികൾ തന്ന കാണിക്ക വരെ അടിച്ചു മാറ്റിയ നിങ്ങളുടെ നേതാക്കന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കൂ. എന്നിട്ടാകാം കോർപ്പറേഷനിലെ 45 വർഷത്തെ അഴിമതി കണ്ടുപിടിക്കുക.